ത്രിയേക ദൈവത്തിന് സ്തുതി. സമയം സാക്ഷിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ചരിത്രത്താളുകൾ മറിച്ചു നോക്കുമ്പോൾ അനേക സംഭവങ്ങൾ ലോകത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. അങ്ങനെ ലോകഗതിക്ക് നിർണായക മാറ്റങ്ങൾ കൊണ്ടുവന്ന സംഭവങ്ങളും കലാകായിക കാര്യങ്ങളും സമയം സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. യുദ്ധങ്ങളും വിപ്ലവങ്ങളും രക്തചൊരിച്ചിലുകളും ചരിത്രത്തിൻ്റെ ഭാഗമാണെങ്കിലും അതിനുമപ്പുറം ആയുധങ്ങളില്ലാതെ, വെടിയൊച്ചകളില്ലാതെ, സ്നേഹവും സത്യവും മാത്രം ആയുധമാക്കി ലോകത്തിന് മാറ്റം വരുത്തിയ ചില മഹത്തായ പ്രസ്ഥാനങ്ങളുണ്ട്. അവയാണ് സമാധാനപരമായ പ്രസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ അഹിംസാ പ്രസ്ഥാനങ്ങൾ, അഹിംസാ പ്രതിരോധങ്ങൾ. ഈ അഹിംസാ ദർശനങ്ങൾക്ക് ലോകത്തിന് നൽകാൻ കഴിഞ്ഞ ഏറ്റവും വലിയ പ്രചോദനങ്ങളിലൊന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നീതിക്ക് വേണ്ടി നിലകൊണ്ട ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ തന്നെയായിരുന്നു. ശത്രുക്കളെ സ്നേഹിക്കുവാനും തിന്മയെ നന്മ കൊണ്ട് ജയിക്കാനും കർത്താവ് നൽകിയ ആഹ്വാനം പിൽക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന പ്രസ്ഥാനങ്ങളുടെ എല്ലാം, അഹിംസാ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ആത്മീയ അടിത്തറയായി മാറി. കേൾക്കുമ്പോൾ നിസാരമെന്ന് തോന്നാമെങ്കിലും അതിൻ്റെ ശക്തിയും അത് ലോകത്തിന് നൽകിയ പാഠങ്ങളും അദ്വിതീയമാണ്. ഈ പ്രസ്ഥാനങ്ങളുടെ പിറവിക്ക് പിന്നിലെ ധാർമ്മികവും ആത്മീയവുമായ ഊർജത്തെക്കുറിച്ചാണ് സമയം സാക്ഷി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഒരു സമാധാനപരമായ പ്രസ്ഥാനം? ലളിതമായി പറഞ്ഞാൽ അത് അക്രമരഹിതമായ മാർഗങ്ങളിലൂടെ സാമൂഹികമോ രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്ന ജനകീയ മുന്നേറ്റങ്ങളാണ് എന്ന് നമുക്ക് പറയാം. അക്ഷരാർത്ഥത്തിൽ ആയുധങ്ങൾ ഉപേക്ഷിച്ച് വാക്കുകളെയും ആശയങ്ങളെയും പ്രവൃത്തികളെയും ആയുധമാക്കി ജനശക്തിയിലൂടെ മാറ്റം കൊണ്ടുവരിക എന്നതാണ് ഇതിൻ്റെ കാതൽ. പ്രതിഷേധ പ്രകടനങ്ങൾ, ബഹിഷ്കരണങ്ങൾ, നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾ, സത്യാഗ്രഹം, നിരാഹാര സമരങ്ങൾ, നിശബ്ദ പ്രതിഷേധങ്ങൾ എന്നിവയെല്ലാം ഇതിൻ്റെ വകഭേദങ്ങളാണ്. ഈ അഹിംസാ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ അഹിംസാ പ്രതിരോധത്തിൻ്റെ ശക്തിയുടെ ഉറവിടം എവിടെ നിന്നാണ്? ചിലപ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്തിന് അക്രമത്തിൻ്റെ വഴി ഉപേക്ഷിച്ച് ഈ ദുർബലമായ വഴി തിരഞ്ഞെടുക്കണം? ഉത്തരം ലളിതമാണ്, എന്നാൽ അതിന് വലിയ ആഴമുണ്ട്. അക്രമം കൂടുതൽ അക്രമങ്ങളിലേക്കും പകയിലേക്കും മാത്രമേ നയിക്കൂ. എന്നാൽ സമാധാനപരമായ പ്രതിരോധം മനുഷ്യൻ്റെ മനസ്സിനെയാണ് മാറ്റുന്നത്. അത് അടിച്ചമർത്തുന്നവന് പോലും മനസാക്ഷിയെ തൊട്ടുണർത്താൻ ശക്തിയുള്ളതാണ്. ഇത് വ്യക്തിയുടെ ധാർമ്മിക ശക്തിയിലും കൂട്ടായ ഇച്ഛാശക്തിയിലുമാണ് വസിക്കുന്നത്. ഈ വഴി പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരം നൽകുന്നതിന് പകരം ശാശ്വതമായ സമാധാനവും നീതിയും കൊണ്ടുവരുന്നുണ്ട്. പ്രിയരെ, സമാധാനപരമായ പ്രസ്ഥാനങ്ങളുടെ ലോകത്തിലെ ഏറ്റവും മഹത്തായ ഉദാഹരണമാണ് മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അധിനിവേശത്തിനെതിരെ ഒരു ജനതയെ മുഴുവൻ അഹിംസയുടെ വഴിയിലൂടെ നയിക്കുവാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. സത്യാഗ്രഹത്തിൻ്റെ ഉത്ഭവം, സത്യാഗ്രഹം എന്ന പുതിയൊരു സമരമുറയ്ക്ക് ഗാന്ധിജി രൂപം നൽകിയല്ലോ. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അഹിംസാ സിദ്ധാന്തങ്ങൾ രൂപപ്പെടുന്നത്.
അതിൻ്റെ പിന്നിലൊരു ആത്മീയ സ്വാധീനമുണ്ട്. ഗാന്ധിജി തൻ്റെ ആത്മകഥകളിലും മറ്റു എഴുത്തുകളിലും താൻ സ്വാംശീകരിച്ച വിവിധ ആശയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ലിയോ ടോൾസ്റ്റോയിയുടെ കൃതികൾ അദ്ദേഹത്തെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതിലേറെ ബൈബിളിലെ ഗിരിപ്രഭാഷണത്തിലെ അഥവാ സെർമൺ ഓൺ ദ മൗണ്ട് അതിലെ പഠിപ്പിക്കലുകൾ, പ്രത്യേകിച്ച് മറുകരണം കാണിക്കുക എന്ന ഉപദേശം തൻ്റെ അഹിംസാ സിദ്ധാന്തങ്ങൾക്ക് വലിയ പ്രചോദനമായിരുന്നു എന്ന് ഗാന്ധിജി തന്നെ പലയിടങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആത്മീയ ദർശനം ഗാന്ധിജിയുടെ പ്രതിരോധ മാതൃകയ്ക്ക് പുതിയൊരു നിർവചനം നൽകി. പോരാട്ടത്തിൻ്റെ രീതിയെക്കുറിച്ച് പറയുമ്പോൾ സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായിരുന്ന ഈ മാർഗം സാധാരണ ജനങ്ങൾക്ക് പോലും സമരത്തിൽ പങ്കാളികളാകുവാനുള്ള അവസരം നൽകി. ആയുധമില്ലാത്തവൻ പോലും ശക്തനാണ് എന്ന് ഈ മാർഗം തെളിയിച്ചു. ചരിത്രത്തിലെ നാഴികക്കല്ലുകളായ ഉപ്പു സത്യാഗ്രഹം, നിസ്സഹകരണ പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ സമരം എന്നിവയെല്ലാം അഹിംസയുടെ ശക്തി ലോകത്തിൻ്റെ മുന്നിൽ തെളിച്ചു കാട്ടിയതാണ്. നിയമം ലംഘിച്ച് പക്ഷെ അക്രമമില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ ജയിലിൽ പോയി. അവർക്ക് മർദ്ദനമേറ്റു, പക്ഷെ തിരിച്ചടിച്ചില്ല. ഈ ഒരു സുന്ദരമായ കാഴ്ച ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ മനസാക്ഷിയെ ഉണർത്തുകയും ചെയ്തു. ഇതിൻ്റെ പ്രസക്തി എന്താണ്? ഗാന്ധിജിയുടെ ഈ സമരരീതി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് പ്രചോദനമായി മാറി നമുക്കറിയാം. അദ്ദേഹത്തെ ലോകം സമാധാനത്തിൻ്റെ പ്രവാചകനായിട്ട് വരെ കണ്ടു. ഒടുവിൽ ഗാന്ധിജിയുടെ പാത പിന്തുടർന്ന് ലോകത്ത് നടന്ന മറ്റൊരു പ്രധാന സമാധാനപരമായ പ്രസ്ഥാനമാണ് അമേരിക്കയിലെ വർണ്ണ വിവേചനങ്ങൾക്കെതിരെ നടന്ന സിവിൽ റൈറ്റ്സ് പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിൻ്റെ നായകനായിരുന്നു ഒരു ബാപ്റ്റിസ്റ്റ് പാസ്റ്ററായിരുന്ന മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. അദ്ദേഹത്തിൻ്റെ പ്രചോദനത്തിൻ്റെ ഉറവിടം. കിങ് ജൂനിയർ ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തങ്ങളിൽ ആകൃഷ്ടനായിരുന്നു. അഹിംസയ്ക്ക് തനിക്ക് ക്രിസ്തുവിൽ നിന്ന് പ്രചോദനവും ഗാന്ധിജിയിൽ നിന്ന് പ്രായോഗികവുമായ മാർഗങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ക്രിസ്തീയ അഹിംസ, പ്രിയരെ, ക്രിസ്തീയ സ്നേഹം, ക്ഷമ, നീതി തുടങ്ങിയ ആശയങ്ങളിൽ അധിഷ്ഠിതമായി കറുത്തവർഗക്കാർക്ക് തുല്യതയും അവകാശങ്ങളും നേടിക്കൊടുക്കുന്നതിനായി കിങ് ജൂനിയർ പോരാടി. നിയമങ്ങൾ ലംഘിക്കുമ്പോഴും അത് സമാധാനപരമായിരിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഈ സമരരീതി കറുത്തവർഗക്കാർക്ക് നേരെ അക്രമം നടത്തുന്നവരുടെ മനസാക്ഷിയെ കുറ്റബോധത്തിലാഴ്ത്തി. പ്രധാന സമരമുറകൾ 1955 മോൺഗോമറി ബസ് ബഹിഷ്കരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ പ്രധാന അഹിംസാ സമരം. 1963 വാഷിങ്ടൺ മാർച്ച് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഈ മാർച്ചിൽ അദ്ദേഹം നടത്തിയ ഐ ഹാവ് എ ഡ്രീം എന്ന പ്രസംഗം ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രതീക്ഷയും പ്രചോദനവും നൽകി. ഇനിയുള്ളത് ത്യാഗവും വിജയവും എന്ന തലക്കെട്ടാണ്. പോലീസിൻ്റെ ലാത്തിയടിയും ജയിൽവാസവും പലപ്പോഴും ജീവന് ഭീഷണിയായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അതിനെയൊക്കെ നേരിട്ടു. എന്നിട്ടും അഹിംസയുടെ പാതയിൽ നിന്ന് അദ്ദേഹം തെല്ലും വ്യതിചലിച്ചില്ല. അദ്ദേഹത്തിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും നിരന്തരമായ പരിശ്രമങ്ങൾ അമേരിക്കയിൽ 1964 സിവിൽ റൈറ്റ്സ് ആക്ട്സും 1965 വോട്ടിംഗ് റൈറ്റ്സ് ആക്റ്റും കൊണ്ടുവരുന്നതിന് വലിയ പങ്ക് വഹിച്ചു. ഇത് വർണ്ണവിവേചനത്തെ നിയമപരമായി ഇല്ലാതാക്കുകയും കറുത്ത വർഗക്കാർക്ക് തുല്യ അവകാശങ്ങൾ നേടിക്കൊടുക്കുകയും ചെയ്തു. ലോകത്ത്
സമാധാനപരമായ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം ഗാന്ധിജിയിലും കിങ് ജൂനിയറിലും ഒതുങ്ങുന്നതല്ല. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചന വിരുദ്ധ പോരാട്ടം ഒരു ഉദാഹരണമാണ്. നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടത്തിൽ ആർച്ച് ബിഷപ്പ് ഡെസ്മണ്ട് ടുട്ടു അടക്കമുള്ള ക്രിസ്ത്യൻ നേതാക്കളും സഭകളും സമാധാനപരമായ മാർഗങ്ങളിലൂടെ വലിയ പിന്തുണ നൽകിയിട്ടുണ്ട്. സത്യവും അനുരഞ്ജനവും എന്ന ആശയത്തിന് അവർ വലിയ പ്രാധാന്യം നൽകി. ഇനി കിഴക്കൻ യൂറോപ്പിലെ വിപ്ലവങ്ങളുണ്ട്. അതും സമാധാനപരമായ പ്രതിരോധങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. 1980കളുടെ അവസാനം കിഴക്കൻ യൂറോപ്പിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾക്കെതിരായ പ്രക്ഷോഭങ്ങൾ, പ്രത്യേകിച്ച് ചെക്കോസ്ലോവേക്കിയയിലെ വെൽവെറ്റ് വിപ്ലവം, അക്രമരഹിതമായ ഭരണമാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ജനങ്ങൾ തെരുവിലിറങ്ങി ശബ്ദമുയർത്തി, പക്ഷെ ആരും ആയുധമെടുത്തിട്ടുണ്ടായിരുന്നില്ല. തൊഴിലാളി അവകാശ പ്രസ്ഥാനങ്ങൾ പല രാജ്യങ്ങളിലും തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിലും സമാധാനപരമായ സമരമുറകൾക്ക് വലിയ പങ്കുണ്ട്. പലപ്പോഴും ക്രിസ്ത്യൻ സോഷ്യൽ തിയറി ഈ പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുമുണ്ട്. ഇനി സമാധാന പ്രതിരോധ മാർഗങ്ങൾ, അതിലുള്ള ഇന്നത്തെ പ്രസക്തി എന്താണ്? ഇന്ന് ലോകത്ത് നടക്കുന്ന പല സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളിലും സമാധാനപരമായ പ്രതിരോധത്തിൻ്റെ അംശങ്ങൾ കാണാം. കാലാവസ്ഥാ മാറ്റങ്ങൾക്കെതിരായ പ്രകടനങ്ങൾ, മനുഷ്യാവകാശ പോരാട്ടങ്ങൾ എന്നിവയെല്ലാം ഇതിനുദാഹരണങ്ങളാണ്. അക്രമങ്ങൾ കൂടുതൽ അക്രമത്തെയും വിദ്വേഷത്തെയും സൃഷ്ടിക്കുമ്പോൾ സമാധാനം യഥാർത്ഥവും ശാശ്വതവുമായ മാറ്റത്തിന് വഴിയൊരുക്കുന്നു എന്ന് ഈ പ്രസ്ഥാനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലോകചരിത്രത്തിൽ വിജയകരമായ ഓരോ സമാധാന പ്രസ്ഥാനത്തിനും രാഷ്ട്രീയ തന്ത്രങ്ങൾക്കപ്പുറം ആഴത്തിലുള്ള ഒരാത്മീയ അടിത്തറയുണ്ടായിരുന്നു. ഈ ആത്മീയ ശക്തി ആയുധങ്ങളുടെ ശക്തിയേക്കാൾ വലുതാണ്. മാനുഷിക മനസാക്ഷിയുടെ ശക്തി എന്ന് ഇതേക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. ഈ ദർശനത്തിന് പിൻബലമേകിയ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്ന്, നിസ്സംശയം പറയാം, അത് ക്രിസ്തീയ മൂല്യങ്ങളാണ്. അഹിംസയുടെ ക്രിസ്തീയ ദർശനം. സമാധാനപരമായ പ്രതിരോധത്തിൻ്റെ നേതാക്കൾ ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ കാരണം അത് ഭീരുത്വം കൊണ്ടല്ല, മറിച്ച് ക്രിസ്തീയ ദർശനങ്ങളോടുള്ള അവരുടെ പ്രതിബദ്ധത കൊണ്ടായിരുന്നു. ഗിരിപ്രഭാഷണങ്ങളിലെ പാഠം പ്രത്യേകമായി നമ്മൾ ഈ സമയം ഓർക്കണം. ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ ഉപദേശങ്ങൾ അഹിംസാപരമായ പ്രതിരോധത്തിൻ്റെ കാതലായി മേൽപ്പറഞ്ഞ നേതാക്കന്മാരെല്ലാം കണ്ടിട്ടുണ്ട്, ഗാന്ധിജി ഉൾപ്പെടെ. നിന്റെ ഒരു കർണത്തടിച്ചാൽ മറുകരണം കൂടി കാണിക്കുക എന്ന ആഹ്വാനം കേവലം ഒരു ക്ഷമയല്ല, മറിച്ച് പ്രതിയോഗിയുടെ അക്രമത്തെ നിരായുധീകരിക്കുന്ന ഒരു തന്ത്രം കൂടിയാണ്. അക്രമത്തിന് പകരം സ്നേഹം നൽകുമ്പോൾ അക്രമം ചെയ്യുന്നവന് തൻ്റെ പ്രവൃത്തിയുടെ ധാർമ്മികത നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്ന പാഠം, തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്ന ബൈബിളിലെ തത്വം പ്രസ്ഥാനങ്ങൾക്ക് ഒരു പ്രത്യാക്രമണ മാർഗം നൽകി. പോരാട്ടം വ്യക്തികളോടായിരുന്നില്ല, മറിച്ച് അനീതിയുടെ ഘടനകളോടും വ്യവസ്ഥകളോടുമാണ്. ഈ ഒരു ആത്മീയ പാഠം പോരാട്ടങ്ങൾക്ക് ഒരു ധാർമ്മിക ആത്മീയ ലക്ഷ്യം നൽകുന്നുണ്ട്. ലിയോ ടോൾസ്റ്റോയിയുടെ സ്വാധീനം ഈ സമയം നാം ചിന്തിക്കണം. പ്രമുഖ എഴുത്തുകാരനായ ലിയോ ടോൾസ്റ്റോയിയുടെ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിതിൻ യു എന്ന കൃതി ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള അഹിംസാപരമായ പ്രതിരോധങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ കൃതി ഗാന്ധിജിയെപ്പോലുള്ള ലോക നേതാക്കളെ
ആഴത്തിൽ സ്വാധീനിച്ചു. ഇത് ക്രിസ്തീയ മൂല്യങ്ങളെ കേവലം സഭാപരമായ ആചാരങ്ങളിൽ ഒതുക്കാതെ സമൂഹത്തിൽ മാറ്റം വരുത്തുന്നതിനുള്ള വിപ്ലവകരമായ ഒരു ശക്തിയാക്കി മാറ്റുകയായിരുന്നു. സഭകളുടെ പങ്കും ആത്മീയ നേതൃത്വവും ഈ സമാധാന പ്രതിരോധ മാർഗങ്ങളെ എന്തുമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്. സമാധാന പ്രസ്ഥാനങ്ങളുടെ വിജയങ്ങൾക്ക് പിന്നിൽ ക്രിസ്തീയ സ്ഥാപനങ്ങളും നേതാക്കളും വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്ന് ആത്മാഭിമാനത്തോടെ നമുക്ക് പറയേണ്ടി വരും. അമേരിക്കൻ പള്ളികൾ, മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഒരു പാസ്റ്റർ ആയിരുന്നതുകൊണ്ട് തന്നെ അമേരിക്കൻ സിവിൽ റൈറ്റ്സ് പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രങ്ങൾ കറുത്തവർഗക്കാരുടെ പള്ളികളായിരുന്നു. ഇവിടെ ആരാധന മാത്രമല്ല നടന്നത്, സമരത്തിനായുള്ള ആസൂത്രണങ്ങളും പ്രതിരോധങ്ങളിൽ തളർന്നു പോയവർക്ക് ആത്മീയവും ധാർമ്മികവുമായ ഊർജം നൽകുന്നതും ഈ പള്ളികളായിരുന്നു. വിശ്വാസം അവർക്ക് സമാധാനപരമായി പ്രതിരോധിക്കുവാനുള്ള ധൈര്യം നൽകി. ദക്ഷിണാഫ്രിക്കയിലെ സഭ വർണ്ണ വിവേചനത്തിനെതിരായ പോരാട്ടത്തിൽ ആർച്ച് ബിഷപ്പ് ഡെസ്മണ്ട് ടുട്ടുവിനെ പോലുള്ള ക്രിസ്തീയ നേതാക്കൾ സഭകളെ സമാധാനപരമായ പ്രതിരോധത്തിൻ്റെ വിളക്കുകളാക്കി മാറ്റി. ക്രിസ്തീയ വിശ്വാസം ആവശ്യപ്പെടുന്നത് നീതിക്ക് വേണ്ടി നിലകൊള്ളാനാണ് എന്ന പ്രഖ്യാപനം പ്രസ്ഥാനത്തിന് വലിയ ജനപിന്തുണയും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധയും നേടിക്കൊടുത്തു. ധാർമ്മിക മേൽക്കൈയും മനസാക്ഷിയെ കീഴടക്കലും. പ്രിയരെ, ഈ സമാധാന പ്രസ്ഥാനങ്ങളുടെ ആത്മീയമായ സമീപനം അവർക്ക് ധാർമ്മികമായ ഒരു മേൽക്കൈ നൽകുകയായിരുന്നു. പ്രതിയോഗിയുടെ മനസാക്ഷി. അക്രമം നടത്താത്തത് കൊണ്ട് പോലീസിൻ്റെ ലാത്തിയടിയും തങ്ങൾക്കുണ്ടായേക്കാവുന്ന ജയിൽവാസവും ഏറ്റുവാങ്ങുന്ന സമരക്കാർ രക്തസാക്ഷികളായി കണക്കാക്കപ്പെട്ടു. ഈ കാഴ്ച അക്രമം പ്രയോഗിക്കുന്നവരുടെ മനസാക്ഷിയെ കുറ്റബോധത്തിൽ ആഴ്ത്തി. ഇത് ക്രിസ്തുവിൻ്റെ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ഏറ്റവും ശക്തമായ ഒരു പ്രയോഗമായിരുന്നു. എന്താണ് ഇതിൻ്റെ പിന്നിലെ ആത്മീയ പ്രതിബദ്ധത? സമാധാനപരമായ പ്രസ്ഥാനങ്ങളുടെ ശാശ്വതമായ വിജയരഹസ്യം ആത്മീയമായ പ്രതിബദ്ധതയാണ്. ഇത് ഭരണപരമായ മാറ്റങ്ങൾക്ക് മാത്രമല്ല, മനുഷ്യൻ്റെ ഹൃദയങ്ങൾക്ക് മാറ്റം വരുത്താനും നീതിക്കും സമാധാനത്തിനും വേണ്ടി നിലകൊള്ളുവാനും വ്യക്തികളെ ശക്തരാക്കുകയാണ്. ക്രിസ്തീയ മൂല്യങ്ങൾ ഈ സമാധാന പ്രസ്ഥാനങ്ങൾക്ക് കേവലം പ്രചോദനങ്ങൾ മാത്രമായിരുന്നില്ല. അക്രമമില്ലാതെ ലോകത്തെ മാറ്റാനുള്ള പ്രായോഗികമായ ഒരു ആത്മീയ പാത കൂടിയായിരുന്നു. ചരിത്രം സാക്ഷി. സമാധാനപരമായ പ്രസ്ഥാനങ്ങൾ കേവലം ആശയങ്ങളല്ല, അവ യാഥാർത്ഥ്യങ്ങളാണ്, വിജയകരമായ യാഥാർത്ഥ്യങ്ങളാണ്. ഈ പ്രസ്ഥാനങ്ങൾ തെളിയിച്ചത് ആയുധങ്ങളുടെയും സൈന്യത്തിൻ്റെയും ശക്തിയേക്കാൾ വലുതാണ് മനുഷ്യൻ്റെ ഇച്ഛാശക്തിയും സഹനശക്തിയും സ്നേഹവും സത്യത്തോടുള്ള പ്രതിബദ്ധതയും. ഓരോ ചെറിയ സമാധാനപരമായ പ്രതിഷേധങ്ങൾക്കും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാനുള്ള ശക്തിയുണ്ട് എന്ന് ഈ പ്രസ്ഥാനങ്ങൾ ഇന്നത്തെ പ്രതിഷേധ പ്രകടനങ്ങളെ വല്ലാതെ വെല്ലുവിളിച്ചുകൊണ്ട് ഓർമ്മിപ്പിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ഇന്നും ഓർമ്മിക്കേണ്ടത്, ഒരു വ്യക്തിക്ക് പോലും മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നും അക്രമരഹിതമായ വഴികൾക്ക് ലോകത്തെ മാറ്റാനുള്ള ശക്തിയുണ്ട് എന്നുമാണ്. പ്രിയരെ, സമയം സാക്ഷി എന്ന ഈ പരിപാടിയിൽ ഈ വിഷയം ഇന്നും നമുക്ക് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നു. സമാധാനപരമായ പ്രസ്ഥാനങ്ങൾക്ക്, അഹിംസാ പ്രസ്ഥാനങ്ങൾക്ക് ആത്മീയമായ എല്ലാ പിന്തുണയും നേർന്നുകൊണ്ട് ഇതുവരെ നടന്ന സമാധാന പ്രതിഷേധങ്ങൾക്ക് എല്ലാ പ്രാർത്ഥനകളും നന്ദി പറച്ചിലും അറിയിച്ചുകൊണ്ട് സമയം സാക്ഷിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പ്രസ്ഥാനങ്ങളുടെ, കാലിക സംഭവങ്ങളുടെ മുന്നത്തെ നേർക്കാഴ്ചകൾ സമയത്തിൻ്റെ ആ മികച്ച സാക്ഷ്യപ്പെടുത്തലിലൂടെ മറ്റൊരു അധ്യായത്തിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി.